രണ്ട് സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരോട് പുറത്തു പോകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സിസ തോമസിനോടും കെ ശിവപ്രസാദിനോടും. ഈ മാസം 30 വരെ തുടരാം, അത് കഴിഞ്ഞാൽ പുറത്തേക്ക്. ഇതാണ് ഹൈക്കോടതി പറഞ്ഞത്. സിംഗിൾ ബെഞ്ചും പറഞ്ഞു, ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു. ആ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പീൽ പോകും എന്നൊക്കെ ഗവർണർ പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ഗവർണർക്കും മുൻ ഗവർണർക്കും ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റ കനത്ത തിരിച്ചടികളിൽ ഒന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഇപ്പോഴിതാ മറ്റൊരു സർവകലാശാല വൈസ് ചാൻസലറോട് പുറത്തു പോകാൻ പറഞ്ഞിരിക്കുന്നത് സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ്, ജീവനക്കാരാണ്. വൈസ് ചാൻസലർ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു ജീവനക്കാർ. വൈസ് ചാൻസലർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്ന് വെച്ചാൽ താങ്കളെ വൈസ് ചാൻസലറായി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ജീവനക്കാർ ചെയ്യുന്നത്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പോലും വൈസ് ചാൻസലർ പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ എന്തിനാണ് അദ്ദേഹം വൈസ് ചാൻസലറായി തുടരുന്നത്? താൽക്കാലിക ചുമതലയാണ് എങ്കിലും തുടരുന്നത്. ഞാൻ അങ്ങോട്ടില്ല, താൽക്കാലിക ചുമതലയിൽ നിന്ന് ഞാൻ മാറുകയാണ് എന്ന് പറയാനുള്ള മിനിമം വിവേകം അദ്ദേഹം കാട്ടണ്ടേ? ആത്മാഭിമാനമുള്ളവർ അങ്ങനെയല്ലേ ചെയ്യുക. അങ്ങനെ ആത്മാഭിമാനവുമില്ലാത്ത ഒരാളായി തികച്ചും സംഖ്യയായി മാറിയിരിക്കുന്നു മോഹനൻ കുന്നുമ്മൽ എന്ന് പറയേണ്ടി വരുന്നു. കേരള സർവകലാശാല വൈസ് ചാൻസലറാണ്. അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് തന്നെ വളരെ മോശമാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന പദവിയാണ്. ആ പദവിയിലാണ് ഇങ്ങനെ നാണം കെട്ട് ഇരിക്കേണ്ടി വരുന്നത് ഒരു വൈസ് ചാൻസലർക്ക് എന്നോർക്കണം. ഇത് പറയാൻ കാരണം ഏറ്റവും ഒടുവിൽ വൈസ് ചാൻസലർ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിറക്കിയിരുന്നു. എന്താണ്? രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ വാഹനം പിടിച്ചെടുക്കണം, അത് ഗാരേജിൽ കൊണ്ട് വെക്കണം, അതിനുശേഷം താക്കോല് എടുത്ത് എനിക്ക് നൽകണം. ഇതായിരുന്നു നിർദ്ദേശം കൊടുത്തത് സെക്യൂരിറ്റി ഓഫീസർക്കാണ്. സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു നടക്കില്ല എന്ന്. അദ്ദേഹം അതേ വാഹനത്തിൽ ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് സർവകലാശാലയിൽ വന്നതും അതേ വാഹനത്തിൽ. വാഹനം പിടിച്ചെടുക്കാൻ പറഞ്ഞ സെക്യൂരിറ്റി ഓഫീസർ രജിസ്ട്രാറെ സ്വീകരിക്കാൻ നിൽക്കുന്ന കാഴ്ച എന്ന് വെച്ചാൽ വൈസ് ചാൻസലറുടെ നിർദ്ദേശം പുല്ലുവില എന്നർത്ഥം. അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നർത്ഥം. എനിക്ക് സ്വന്തമായ വാഹനമില്ല, സർവകലാശാലയുടെ വാഹനമാണ്. അത് വൈസ് ചാൻസലർക്ക് അത് റദ്ദാക്കാനുള്ള അധികാരമുണ്ടോ? ഇത് മാത്രമല്ല, രജിസ്ട്രാർ KS സുനിൽകുമാർ സർവകലാശാല ക്യാമ്പസിലേക്ക് വരരുത്, വരുമ്പോൾ തടയണം എന്നായിരുന്നു നേരത്തെ നൽകിയ നിർദ്ദേശം. ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ പ്രവേശിക്കരുത്, ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരിക്കരുത്. സെക്യൂരിറ്റി ഓഫീസറോട് ആവശ്യപ്പെട്ടു വൈസ് ചാൻസലർ, അതും നടന്നില്ല. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ സർവകലാശാലയുടെ ഫയലുകൾ നോക്കുന്നതിന് വേണ്ടി ലോഗിൻ ചെയ്യണം. അതിന് പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് നൽകരുത് എന്ന് ആവശ്യപ്പെട്ടു സർവകലാശാല വൈസ് ചാൻസലർമാർ. ഒന്നല്ല, 2 പേർ. ആദ്യം മോഹനൻ കുന്നുമ്മൽ, അദ്ദേഹം ലീവിൽ പോയപ്പോൾ താൽക്കാലിക ചുമതലയുമായി വന്ന സിസ തോമസ്, 2 പേരും ആവശ്യപ്പെട്ടു. പക്ഷേ കമ്പ്യൂട്ടർ വിഭാഗത്തിന്റെ മേധാവി ആ നിർദ്ദേശം പൂർണ്ണമായും തള്ളിക്കളയുകയും അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ രജിസ്ട്രാർക്ക് പാസ്വേഡ് നൽകുകയും ചെയ്തു. അതിന് കമ്പ്യൂട്ടർ മേധാവിക്കെതിരെ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഇപ്പോൾ VC മോഹനൻ കുന്നുമ്മൽ. അതുമാത്രമല്ല, സെക്യൂരിറ്റി ഓഫീസർക്കെതിരെയും നടപടിയെടുക്കും എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് അദ്ദേഹം. നാണക്കേട് എന്നതിന് മറ്റൊരു വാക്കുണ്ടെങ്കിൽ, അതിനേക്കാളും വലിയ വാക്കുണ്ടെങ്കിൽ അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് മോഹനൻ കുന്നുമ്മലിനെ കുറിച്ച് പറയുമ്പോൾ. പക്ഷേ അദ്ദേഹം അവിടെ കടിച്ച് തൂങ്ങി നിൽക്കും. ഒരിക്കലും താൽക്കാലിക VC ചുമതല ഒഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ യജമാനൻ ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട് അവിടെ നിൽക്കണം. അതിൽ കാര്യമുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ സർവകലാശാലയിൽ ചെയ്യാനുണ്ട്, അത് ചെയ്ത് തീർത്തിട്ടേ ഇങ്ങോട്ട് വരേണ്ടതുള്ളൂ എന്നാണ് മോഹനൻ കുന്നുമ്മലിനോട് പറഞ്ഞിരിക്കുന്നത്. സംഘപരിവാറിന്റെ കൽപ്പനയാണ്, RSSന്റെ BJPയുടെ കൽപ്പനയാണ്. അത് ശിരസാവഹിക്കുകയാണ് മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്ന വൈസ് ചാൻസലർ ചെയ്യുന്നത്. നാണക്കേട് കേരള സർവകലാശാലയ്ക്ക് മാത്രമല്ല നമ്മുടെ നാടിനുമാണ്, ആകെ മലയാളികൾക്കുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രമാത്രം തരം താഴ്ന്നിരിക്കുന്നു നമ്മുടെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. അദ്ദേഹത്തിന് അഭിമാനം കുറച്ചുമെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. എനിക്ക് ഈ പണി പറ്റില്ല എന്ന് പറയുകയാണ് വേണ്ടത്. സ്വന്തം ജീവനക്കാർ തള്ളിപ്പറഞ്ഞ ഒരാൾ എങ്ങനെയാണ് ആ കസേരയിൽ കടിച്ചു തൂങ്ങുന്നത്? അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കേണ്ട എന്ന് ജീവനക്കാർ ഒറ്റക്കെട്ടായി തീരുമാനിക്കുന്നു. ഒരാൾ പോലും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനില്ല.
അദ്ദേഹം പുതിയ രജിസ്ട്രാർക്ക് ചുമതല കൊടുത്തു. ആ രജിസ്ട്രാർ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് രേഖാമൂലം അറിയിച്ചു. അപ്പോഴും പറയുന്നു രേഖാമൂലം അറിയിക്കേണ്ട കാര്യമില്ല, താങ്കൾ തന്നെയാണ് രജിസ്ട്രാർ, ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന്. അനുസരിക്കുകയില്ല എന്ന് ഡോക്ടർ മിനി കാപ്പൻ, അവർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് രജിസ്ട്രാറിന്റെ, അവർ വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നീടും അവരുടെ പിറകെ ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മോഹനൻ കുന്നുമ്മൽ, താങ്കൾ തന്നെയാണ് രജിസ്ട്രാർ, താങ്കൾ ചുമതല നിർവഹിക്കൂ, ഇതാ രജിസ്ട്രാർ വരുന്നുണ്ട്, KS അനിൽകുമാർ, അദ്ദേഹത്തിന്റെ വാഹനം പിടിച്ചെടുക്കൂ എന്നൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഡോക്ടർ മിനി കാപ്പനും. അവരും അനങ്ങിയില്ല, ആ ഭാഗത്തേക്കേ നോക്കിയില്ല. രജിസ്ട്രാർ വരുന്നു, ഓഫീസിൽ കയറുന്നു, അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുന്നു, വൈകുന്നേരം തിരിച്ചു പോകുന്നു. ആരുടെ കാറിൽ? സർവകലാശാലയുടെ കാറിൽ. VC-യുടെ തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ തള്ളിക്കളയുകയാണ് സർവകലാശാല ജീവനക്കാർ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രതിരോധമായി ഇപ്പോൾ സർവകലാശാല ജീവനക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്. അതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു സർവകലാശാലയിലെ വിദ്യാർത്ഥികളും.